അനങ്ങാതിരുന്നേ. തല നോക്കുമ്പോ അനങ്ങരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അനങ്ങാതിരുന്നേ. എടി മോളെ, അവൻ ഇത്ര രാവിലെ തന്നെ എവിടെ പോയടി? അതെനിക്ക് അറിഞ്ഞൂടമ്മേ. ഏതോ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ടായിരുന്നു രാവിലെ, എന്നിട്ട് പോയതാണ്. ഒരു ഞായറാഴ്ചയായിട്ടേ അവനോട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയണ്ടേ? അതൊക്കെ നീയാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അമ്മക്ക് അറിഞ്ഞൂടെ അമ്മയുടെ സ്വന്തം മോന്റെ സ്വഭാവം. എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കോ? ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കോ? താൻ പിടിച്ച മുയലിന് ഒരു കൊമ്പെന്ന് പറഞ്ഞാൽ അത് തന്നെ. ഓ, ഒരു തത്വം പറഞ്ഞാണ്. എന്റെ തുമ്പിക്കുട്ടി, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, നീ അതുമ്പോ പിടിച്ചു കയറില്ലേ? ശരിക്കും തുമ്പിയേ അവളുടെ അമ്മായിയുടെ പോലെ തന്നെയാണ്. എന്റെ മോള് തത്തക്കുട്ടി, അവള് ഇതേപോലെ തന്നെയായിരുന്നു. എന്തെങ്കിലും വർത്താനം പറഞ്ഞു പോയാൽ അതുമ്മ പിടിച്ച് പിടിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. തത്തക്കുട്ടി പറന്നുപോയി. അല്ല പിന്നെ ശരിയാ, പറന്നുപോയത് തന്നെയാ, ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ഒപ്പം. ഓ, ഈ കൊച്ച് അമ്മ ഇപ്പൊ തന്നെ നിർത്തിക്കോട്ടെ അവളെ പറ്റിയുള്ള സംസാരം. ഇവളെ വന്ന ഉടനെ ചേട്ടനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചേട്ടനാണെങ്കിൽ അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ കലിയാന്നറിയാല. ആ, എങ്ങനെ അവളോട് കലി വരാതിരിക്കും? വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം എല്ലാവരുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവൾ അവിടെ പോയല്ലേ. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിന് സമ്മതമാണോന്ന് ചേട്ടനെ അമ്മയൊന്നും അവളോട് ചോദിച്ചില്ലല്ലോ. പിന്നെ ആണെങ്കിൽ അവളുടെ ഒരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വന്തം നാട്ടുകാരാണ്, വീടിന്റെ അടുത്ത് ഇറങ്ങുന്ന ആൾക്കാരാണ്, എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവൾ ഒളിച്ചോടിപ്പോയി. അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അവള് നല്ല അന്തസ്സായിട്ട് തന്നെ ഇപ്പൊ ജീവിക്കണത്. അത് ശരിയാണ് കേട്ടാ. അവള് ചെന്നതിന് ശേഷം അവർക്ക് വെച്ചടി കയറ്റമായിരുന്നു. അല്ലെന്നാളല്ലേ പണ്ട് പണിക്കരെ കൊണ്ട് ജാതകം എഴുതിക്കാൻ ചെന്നപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഈ അനിഴ നക്ഷത്രക്കാര് ചെന്ന് കയറുന്ന വീട്ടുകാരിൽ നല്ലതായിരിക്കുമെന്ന്. സത്യമല്ലേ? അവന് ജോലി കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി, വീട് വെച്ച്, കാറ് മേടിച്ച്, ഒരു മനുഷ്യായസി ചെയ്യേണ്ട എല്ലാം ചെയ്ത്. പിന്നെ എന്ത് വേണം? അതിലും മാത്രം അവളൊരു ഭാഗ്യവതി തന്നെയാണ്. ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? ആ, ഞാനെല്ലാം അറിയാറുണ്ട്. അവളുടെ വീടിന്റെ തൊട്ടരിയത്ത് കിടക്കണല്ലേ രമണി, എന്റെ കുടുംബശ്രീയിലുള്ളത്. അവള് വന്ന് അവിടുത്തെ വിശേഷമൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, എന്തുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയും. ആഹാ, അപ്പൊ ഒളിച്ചോടിപ്പോയ മോളോട് ഇപ്പോഴും സ്നേഹമൊക്കെ ഉണ്ടല്ലേ? പിന്നെ സ്നേഹം ഇല്ലാതിരിക്കോടി? ആകെ ഒരു മോളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആശിച്ചും മോഹിച്ചും വളർത്തിയാണ്. വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം ചേട്ടന്റെയും അമ്മയുടെയും മുഖത്ത് കരിവാരി തേച്ചിട്ട് അവൾ ഇറങ്ങി പോകുന്നു ഞങ്ങൾ വിചാരിച്ചാ. അതിൽ ഞങ്ങക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട്. സ്നേഹം ഇല്ലാണ്ടിരിക്കൂല്ല. പക്ഷെ ഞാനും വലുതാമത്തെ പോലെ ഒളിച്ചോടിക്കോട്ടെ? വേഷം കെട്ടരുതിട്ടാ, വേഷം കെട്ട് വർത്താനം പറയരുത്. ആഹാ, ശരിയാക്കി തരാം, നിന്റെ അച്ഛനും ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങനത്തെ വർത്താനല്ലേ പറയണത്? ആ, എന്തു പറ്റി അമ്മേ അവളെ പറ്റി പറഞ്ഞപ്പോ വിഷമായാ? പണ്ടേ ഇവളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പറയുമായിരുന്നു, ഇവളുടെ ഈ തള്ള വിരലിനേക്കാളും ഇപ്പുറത്തെ വിരൽ ഇത്തിരി വലുതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒളിച്ചോടി പോകുന്നു പറയുമായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ചേട്ടനെ ചീത്ത പറയുമായിരുന്നു, എന്തിനാണ് പിള്ളേരെ പറ്റി ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ ചോദിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇവൾ ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ശരിയാണെന്ന്. എന്റെ പൊന്നമ്മേ, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? പിന്നെ കാലിൽ ഒരു വിരല് വലുതാണെന്നും പറഞ്ഞിട്ട് ഒളിച്ചോടി പോവല്ലേ? നമ്മൾ നോക്കാത്തോണ്ട് തന്നെയാണ് നമ്മുടെ പിള്ളേർ ഒളിച്ചോടി പോണത്. അവര് പറയണൊക്കെ കേട്ടിരിക്കാനും അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചും ഒരാൺകൊച്ചും ഒളിച്ചോടി ഒന്നും പോവില്ല. ആ, അത് ശരിയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവളെ എന്നല്ല അവനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നോട് പറയായിരുന്നത്. ഞാൻ നടത്തി കൊടുത്തതിന് അവനോട് പറഞ്ഞു. പക്ഷെ അതൊന്നും പറയാണ്ട് ഒളിച്ചോടി പോയതിലാണ് എനിക്കിപ്പോഴും അവളോട് ആ വിരോധമുള്ളത്. അതൊക്കെ മറക്കാനായില്ല അമ്മേ. ആ, ഞാൻ മറന്നടി മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മറന്നു, പക്ഷെ അവൻ മറക്കൂല. അവൻ നാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കെട്ടല്ലേ. അത് ശരിയാണ്. ഇപ്പോഴും തത്തക്കുട്ടയുടെ കാര്യം ആരെങ്കിലും വായിന്ന് കേട്ടാൽ മതി ചേട്ടൻ ദേഷ്യമാണ്. അന്ന് ഞങ്ങൾ തൃശ്ശൂരുള്ള മേമ്മയുടെ മോളുടെ കല്യാണത്തിനോ ഇല്ലേ, അവിടെ ചെന്നേപ്പോ ഇവളുടെ ഒരു കൂട്ടുകാരനെ കണ്ട് കൂട്ടുകാരി ഓടി കൊച്ചിനെ കൊണ്ടെടുത്ത് ഓടി വന്ന് വർത്താനം പറഞ്ഞു. അതാണ് തത്തക്കുട്ടറ കൂട്ടുകാരിയാന്ന് പറഞ്ഞോടുകൂടി ചേട്ടന് ഹാലിളകി. ഭക്ഷണം കഴിക്കേണ്ട, സദ്യയും കൂടി കഴിക്കാണ്ടല്ലേ ഇറങ്ങിപ്പോകുന്നത്. ഓ, ഞാൻ മേമോട് എന്തൊക്കെ പറഞ്ഞാൽ ശരിയാക്കിയ മേമക്കാണെങ്കിൽ തൊട്ടേനും പിടിച്ചേനും പിണങ്ങിപ്പോവും. പക്ഷെ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എവിടെ വന്നിട്ട് മേമനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ തിന്നാണ്ട് പോയി ആരോ പറഞ്ഞറിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്കണം, നിങ്ങളുടെ മക്കളുടെ കല്യാണം വരും അപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞോണ്ട്. പിന്നെ ഞാൻ വിളിച്ച് സോൾവ് ചെയ്ത്. ഓ എന്റെ ദൈവമേ. അമ്മേ, അമ്മേ, ദേ അവളുടെ കാര്യം പറഞ്ഞു തീർന്നില്ല. അവളും കൊച്ചും കൂടി ദേ പറ്റി. മോളെ, അമ്മേ, നാത്തൂനെ എന്നെ അറിയോ? പിന്നെ അറിയാതിരിക്കുവോ തത്ത മോളെ? ഇതാണ് തത്തക്കുട്ടിയമ്മായി. ഉണ്ടാതിരിക്കേ. എന്നാലും എൻ്റെ പൊന്നു മോളെ, നീ ഇത്രയും കാലം ഇങ്ങോട്ടൊന്നും വരാണ്ട് ഞങ്ങളെ കാണാണ്ട് എങ്ങനെ ജീവിച്ചടി?
എൻ്റെ അമ്മേ, നിങ്ങളെ കാണാണ്ട് ഇത്ര നാൾ ഞാൻ ജീവിച്ചെന്ന് പറയാം, അല്ലാണ്ട് എനിക്കൊരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. നീ കയറി വാ മോളെ, ഇങ്ങോട്ട് ബാ. ചേട്ടനില്ലേ അമ്മ എവിടാ? എന്നെ ചീത്ത പറയോ? ഓ, അവനൊന്നും പറയൂല, അവനിപ്പോൾ ഇവിടെ ഇല്ല. നീ കയറി വാ. എന്നാലും അവസാനം നീ ഇങ്ങോട്ട് തന്നെ വന്നല്ല. നീ അകത്തോട്ട് കയറി വാ താത്തക്കുട്ടി, ചേട്ടനൊന്നും പറയൂല. ബാ ബാ മോളെ, ഇരിക്കും മോളെ. അമ്മക്ക് സുഖമാണോ? നീ പോയതിന് ശേഷം സുഖം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ പൊന്നുമോളെ. അതേ തത്തക്കുട്ടി, എപ്പോഴും അമ്മക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഏത് സമയത്ത് എന്ത് പറഞ്ഞു വന്നാലും അത് അവസാനിക്കണം നിന്നിലായിരിക്കും. ഇപ്പൊ തന്നെ ഞങ്ങൾ എന്തോ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നീ വേഗം വന്നത്. മിണ്ടാതിരിക്കും. അപ്പൊ ഞാനിവിടുന്ന് പോയെങ്കിലും നിങ്ങളൊക്കെ എന്നെ ഓർക്കുന്നുണ്ടല്ലേ? പിന്നല്ലാതെ, നിന്നെ ഞങ്ങൾ ഓർക്കാതിരിക്കുമോ? ഒരു ദിവസവും ഇല്ല ഇതുവരെ. ഈ 5 കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും നിന്നെ ആലോചിക്കാതെ ഇരുന്നിട്ടില്ല ഞങ്ങള്. അവനും ഓർക്കണുണ്ടാവും, പക്ഷെ അവൻ പറയാണ്ടാണ്. ഇപ്പൊ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അങ്ങോട്ട് ചാടിക്കടിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. തലയും കൊണ്ട് അങ്ങോട്ട് പോകും. പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. ഉണ്ട് ഇവരെ എന്നെ അധികം സംസാരിക്കാൻ കണ്ടിട്ടില്ല. മോളുടെ പേരെന്താണ്? പറ, അമ്മായിക്ക് പേര് പറഞ്ഞു കൊടുക്ക്. നല്ല പേര്. അമ്മേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ തുമ്പിക്കുട്ടനും അതും ഒരേപോലെ ഇരിക്കല്ലേ? നീ നോക്കി. അത് പിന്നെ ചായ ഇല്ലാതിരിക്കോ? ആങ്ങളുടെ പെങ്ങളുടെ മക്കളല്ലേ. തുമ്പിക്കുട്ടൻ ഇങ്ങോട്ട് വന്നേ. ചെല്ല്, അമ്മായി വിളിക്കണം. ആ, ചെറിയൊരു ചായ ഉണ്ടെന്ന് തോന്നണല്ലേ? അല്ലേ അമ്മേ? നീ കുറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അറിഞ്ഞല്ല, എന്തു പറ്റിയതായിരുന്നു? ഓ, ഒന്നും പറയണ്ട നാത്തൂനൊരു പനി വന്നതാണ്. ആഹാ, അപ്പൊ നീയും എന്നെ പോലെ അന്വേഷിക്കണ്ടെന്നല്ലേ ഇവളെ പറ്റി? പിന്നെ അന്വേഷിക്കണ്ട അമ്മേ. ഇക്കാലത്ത് ഒരു പനി വന്നാൽ മതി, ഒരു 10-15 രൂപ അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങളുടെ പൈസ ഒന്നും പോയില്ലമ്മേ. ചേട്ടൻ എൻ്റെ പേരിലും ചേട്ടൻ്റെ പേരിലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് ഒരു രൂപയും കൊടുക്കാണ്ട് നല്ല ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനും പറ്റി. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാ? അതൊന്നും നടി. അതെ, ഇപ്പോ മാസം 300-400 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ 1 കോടിയൊക്കെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പോളിസികളുണ്ട്. അതെടുത്ത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പൈസ ചിലവാകുകയില്ല. ഹോസ്പിറ്റൽ ബില്ലാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തോളും. ആഹാ, അത് കൊള്ളാല്ല. അപ്പൊ അതെങ്ങനെ എടുക്കുക? ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ലീഡിംഗ് കമ്പനികളൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി പോളിസി എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി പ്രവാസിയായവർക്ക് നാട്ടിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 18% വരെ GST അടക്കേണ്ടതില്ല. അവർ നാട്ടിലില്ലെങ്കിലും പ്രായമായ അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ്, മരുന്ന്, ക്ലെയിമിന്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സംബന്ധിച്ച എന്ത് സപ്പോർട്ടും കിട്ടും. ലിങ്ക് മറക്കണ്ട, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടേ. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞെടുത്ത് വെക്കണോടി. എന്നും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്ര രൂപയാണ് ചെലവാണത്? മോളെ, എങ്ങനെയുണ്ട് അവിടുത്തെ അമ്മ അച്ഛനൊക്കെ? അച്ഛനും അമ്മയൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹമാണ്. നാത്തൂനായിട്ടാണ് ഞാൻ ചേരാത്തത്. നാത്തൂനാണെങ്കിലേ ഒഴിവ് ദിവസമാണോ അവൾ ആ പിള്ളേരെ 3 പിള്ളേരുണ്ട്. ആ പിള്ളേരെ 3 എണ്ണത്തിനെ കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് പോകും. എന്നിട്ട് ഈ ഭാര്യ ഭർത്താവ് കറങ്ങാൻ പോകും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന സ്കൂളിൽ വിടണമെന്ന ഒന്നും ഒരു ചിന്ത വെക്കില്ല. എന്നിട്ടാണെങ്കിൽ ആ പിള്ളേരാണെങ്കിൽ മനുഷ്യനെ പ്രാന്തളക്കും. രാവിലെ തുടങ്ങും കോൺഫ്ലെക്സ് മേടിപ്പിക്കാൻ്റെ, അങ്കിളിനെ കൊണ്ട് നൂഡിൽസ് മേടിപ്പിക്കാൻ്റെ, മിഠായി മേടിച്ചതാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമേ മനുഷ്യനെ പ്രാന്തളക്കും. അതുകൊണ്ട് അതും പറഞ്ഞ് ഞങ്ങൾ നാത്തൂനും കൂടി ഒന്നും ഒരസി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളുകൊണ്ട് അത്ര രസത്തിലല്ല. നീ എന്തിനാടി അവരുടെ പിള്ളേരെ നോക്കണത്? നിനക്ക് ദൈവം സഹായിച്ചൊരു കൊച്ചിനെ തന്നിട്ടില്ലേ? അപ്പൊ അതിന്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി. ആഹാ, അപ്പൊ ചെല്ലുമ്പോ തന്നെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർ തലേ കയറി നിരങ്ങും. ചെല്ലുമ്പോ തന്നെ നമ്മുടെ കാര്യങ്ങൾ അങ്ങ് സ്റ്റേണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ തലേ കയറി നിരങ്ങൂല. നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റും. ഓ, അവളായിരിക്കും എന്നെ പറ്റി ഇടക്കിടക്ക് പറയാറുണ്ട്. എനിക്ക് ഇടക്കിടക്ക് ഇപ്പൊ തുമ്മലാണ് ചേച്ചി. അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെയാണ്. എന്നാലും എൻ്റെ പൊന്നുമോളെ, നീ അന്ന് ഇവിടെ നിന്ന് ഒളിച്ചോടി പോയത് എങ്ങനെയാടി? നിന്റെ ചേട്ടനായാലും ഞാനായാലും ഒരു മുട്ട് സൂചി താഴെ വീണാ ചാടി എഴുന്നേക്കണം. അന്ന് നീ പോയിട്ട് ഞാൻ അറിഞ്ഞില്ല. അതിന് ഞാനും വെളുപ്പിനാണമ്മേ പോയത്. നിങ്ങളൊക്കെ ഉറങ്ങാൻ വൈകിയില്ലേ? ഈ വിവാഹത്തിന്റെ നിശ്ചയത്തിന്റെ തലേന്നായതുകൊണ്ടേ ഇവരൊക്കെ ഉറങ്ങാൻ വൈകി. ഞാൻ ഇവരെ കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി ചേച്ചി. എന്നിട്ട് വെളുപ്പിനായപ്പോൾ സുരേഷ് എന്നെ ഒരുപാട് വിളിച്ച്. ഫോണിലാണെങ്കിൽ സൈലന്റ് ആക്കി വെച്ച് കിടന്നുറങ്ങിപ്പോയി. പിന്നെ കുറേ വെളുപ്പിനായപ്പോഴേക്കും ചേട്ടൻ വന്ന് റൂമിന്റെ അവിടെ ഉള്ള ജനലുമ്മ മുട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഓട്ടോനാണ് ഒളിച്ചോടി പോയത്. മാമന്റെ ഓട്ടോന്, സുരേഷേട്ടൻ്റെ മാമന്റെ ഓട്ടോന്. എന്നിട്ട് അവിടെ ചെന്ന് മാമന്റെ വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി
6:45 അമ്പലത്തിൽ പോയി നിൽക്കണാണ് താലി കെട്ടിയത് 7:00. അതിനുശേഷം മാമന്റെ ഫോണിൽ നിന്നാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞത്. എന്തായാലും കൊള്ള, പൂച്ചക്കുട്ടിനെ പോലെ ഇരുന്ന നീ ഒളിച്ചോടി പോയെന്ന് അന്നും ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അതൊക്കെ അന്നത്തെ ബുദ്ധിമോശത്ത് ചെയ്തു പോണല്ലേ അമ്മേ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പോവൂല, കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടേ പോവുള്ളൂ. അന്ന് പോകുമ്പോ എത്ര വയസ്സുണ്ട്? 19 വയസ്സാ, 20 വയസ്സാ, അതിനെന്തറിയാന്ന്. പിന്നെ ജീവിച്ചൊക്കെ തുടങ്ങുമ്പോഴേ ജീവിതത്തിന്റെ വിഷമമൊക്കെ മനസ്സിലാവുള്ളൂ. അന്നാണെങ്കിൽ കാമുകന്റെ പഞ്ചാര വർത്താനവും സ്നേഹപ്രകടനവും മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതല്ല എന്തും ചെയ്തു പോകും ആ സമയത്ത്. അപ്പൊ നിന്റെ സുരേഷ് ഏട്ടൻ ഭയങ്കരനാണാ? അയ്യോ, ഒരു പച്ചപ്പാവാണ് സുരേഷ് ഏട്ടൻ. പച്ച വെള്ളം കൊടുത്താ ചവച്ചരച്ച് കുടിക്കും, അതുപോലത്തെ പാവം. ഷോ, ഞാൻ പറയണ മാത്രമേ കേൾക്കുള്ളൂ. ഒരു 8 മണി 8:30 ആകുമ്പോൾ രാവിലെ ജോലിക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും വരും. 4:45 അവിടെ നിന്ന് പോരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും ഞാൻ പോരേട്ടാണ്. 5 മണി 5:05 വീട്ടിലെത്തും. പിന്നെ ആണെങ്കിൽ കുട്ടികളുടെ ഒപ്പം മോളുടെ ഒപ്പം കളിച്ചൊക്കെ ഇരുന്നോളും. ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, പിള്ളേരുടെ ഒപ്പം കളിച്ചൊക്കെ ഇരുന്നോളും. ഒരു കൂട്ടുകാരില്ല, ഒരു ദുശീലും ഇല്ല, ഒന്നുമില്ല. മിടുക്കം പയ്യനാണ് സുരേഷ് ഏട്ടൻ. അപ്പൊ നീ എന്തായാലും ഒരു ഭാഗ്യവതി തന്നെയാണ്. നിന്റെ അച്ഛൻ്റെ കാര്യം തന്നെ അറിയാല്ല, ചാവണ വരെ മനുഷ്യന് സ്വസ്ഥത തന്നിട്ടില്ല. ഒരു കല്യാണത്തിനോ ഒരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ സമാധാനക്കേടാണ്. എവിടെ പോയി എന്നാണ് കുടിച്ചിട്ട് വന്നേന്ന് ഓർത്തിട്ട് മനുഷ്യന് ടെൻഷനാണ്. കുടിച്ചിട്ട് വന്നാൽ ആ കളുകളോന്ന് വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളങ്ങോട്ട് നാണം കെടുത്തു വരുന്നു. എനിക്കറിയാല്ല, നീയും ഞങ്ങളൊപ്പം പല പല സ്ഥലത്തൊക്കെ വന്നിട്ടുള്ളതല്ലേ. മരിക്കാൻ കിടന്നപ്പോ ആണെങ്കിൽ ചുണ്ട് നനച്ചു കൊടുത്തോണ്ടിരുന്നപ്പോ എന്നോട് ചോദിക്കുന്നു ബ്രാൻഡി ഒന്ന് ചുണ്ടിൽ നനച്ചു തരുമോന്ന്. അത് കേട്ടിട്ട് കല്യാണം വന്നത്. ഇപ്പൊ ഒരു കണക്കിന് നോക്കിയാൽ നീ എന്തായാലും പ്രേമിച്ചാണെങ്കിലും കല്യാണം കഴിച്ചത് നല്ലവനായ ഒരാളെയുള്ള കല്യാണം കഴിച്ചത്. അതെന്നെ ഒരു ഭാഗ്യം. വിവാഹ നിശ്ചയത്തിന്റെ തലേന്നേ നിന്നെ കാണാണ്ടായപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചെന്നേ. ആരുടെ ഒപ്പോണ് പോയെന്നൂലും അറിയാണ്ടായിരുന്നു. നിന്റെ ചേട്ടനും നിന്നെ അന്വേഷിച്ച് കുറെ നടന്നു. കുറെ ആൾക്കാർ പറഞ്ഞ് റബ്ബർ വെട്ടാൻ വരുന്ന തങ്കച്ചന്റെ മോന്റെ അപ്പുന്റെ ഒപ്പം ഇടക്ക് വർത്താനം പറയണ കണ്ടായിരുന്നു എന്ന്, അവന്റെ ഒപ്പം ഇരിക്കും എന്ന് പറഞ്ഞു. കുറച്ചു പേര് നമ്മുടെ ജംഗ്ഷനിൽ ടൈലുകൾ നടത്തണ ആ ഇതിനെ പറയണ്ടായിരുന്നു. എനിക്ക് സംശയം വടക്കേലെ സുമതിയുടെ മോൻ ആ സുകേഷിന്റെ ഒപ്പമാണ് നീ പോയെന്നായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഓടിച്ചെന്ന് ചോദിച്ചത് അവളയോടാണ്. അപ്പൊ അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പകുതി സമാധാനായി. അവനാണെങ്കിൽ ഒരു കുരുത്തം കെട്ടവനായിരുന്നല്ല. നീയാണെങ്കിൽ ഇടക്കിടക്ക് പശുവിന് വെള്ളം കൊടുക്കാൻ കാടി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകാറുണ്ടായിരുന്നല്ലേ. എനിക്ക് അതായിരുന്നു പേടി. ആഹാ, അപ്പൊ നാത്തൂനാളൊരു കില്ലാടി തന്നെയാണല്ലേ. ആണാന്നാ, ഇതൊന്നും അല്ലായിരുന്നു. മനുഷ്യന് സമാധാന സ്വസ്ഥത തന്നിട്ടില്ല. അമ്മയെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി അതും പറഞ്ഞ് ചേട്ടത്തിന്റെ മുന്നിൽ എന്നെ നാണം കെടുത്തല്ലേ. ശരി ശരി. അമ്മേ, എന്നെങ്കിലും എന്റെ സുരേഷ് ചേട്ടനെ കൂടി ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് എന്റെ കുടുംബം തകർക്കല്ലേട്ടാ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പിന്നെ ഞാൻ അത്ര ബോധമില്ലാത്ത തള്ളയെന്നാണ് നീ വിചാരിച്ചിരിക്കണേ. അതൊക്കെ എനിക്കറിയാം, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പറയണ്ടേന്നൊക്കെ. നിന്റെ ചേട്ടനാണെങ്കിൽ അന്നും ഇന്നും കള്ളുകൂടിയാണ്. ഇവള് വന്നു കയറിയതിന് ശേഷം ഇപ്പൊ ബാക്കി എല്ലാ ദിവസവും പണിക്ക് പോവും. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടാവൂല, ഇന്നത്തെ പോലെ തന്നെ പോവും. പിന്നെ വന്നത് വൈകുന്നേരവും പാതിരാത്രി ആവും വേണം. ചില ദിവസം ഉച്ചക്ക് വരും, എന്നിട്ട് അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി സെറ്റിയിലൊക്കെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങും. പിന്നെ ഇവളും പറയും ആഴ്ചയിൽ ഒരു ദിവസമല്ലേ അമ്മേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന്. നിനക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എടി മോളെ, നീ അവനൊന്ന് വിളിച്ചു നോക്കിയാൽ അവൻ ഇപ്പോഴെങ്ങാനും വരുമെന്നാവോ. ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ആവുമ്പോൾ എത്താറ്. എന്നാലേ വന്നു കഴിഞ്ഞാലേ നിന്നെ കണ്ടാൽ ചിലപ്പോൾ കൊലപാതകം നടക്കും. അവനാണെങ്കിൽ ഇപ്പം ഭയങ്കര മുൻശുദ്ധിയാണ്. ഇപ്പൊ പ്രഷറും ഷുഗറൊക്കെ ഉണ്ട്, അതിൻ്റെതായ ഒരു കോപം. അമ്മേന് ചേട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഞാൻ നേരത്തെ പച്ചമുളക് മേടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഫോൺ അടിക്കണം. ആണാ, എന്നാ പണി പാളി. മോളെ, നീ ഇപ്പൊ തന്നെ പോവാൻ നോക്ക്. അവനെങ്ങാനും വന്നാൽ ശരിയാവൂല. ഞങ്ങളെ അവൻ വന്നിട്ട് സംസാരിക്കാം അവനോട്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ വിളിച്ചു പറയാം. എന്നിട്ട് നീ അവനെയും കൂട്ടി വന്നാ മതി ഇങ്ങോട്ട് അല്ലേ. ആ, അത് ശരിയാടി. ചേട്ടൻ എന്തായാലും വന്നിട്ടേ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഈ കാര്യം സോൾവ് ചെയ്യാം. എന്നാലേ ഞാൻ പോവാൻ നോക്കട്ടെ അമ്മേ. അതോ പോയാലോ? അയ്യോ അമ്മേ, ചേട്ടൻ വരുന്നു. അയ്യോ എടി മോളെ, നീ എങ്ങോട്ടെങ്കിലും പോയി വിളിക്കടി. എന്റെ ദൈവമേ, ഇവിടെ വെട്ടിക്കൊല നടക്കും, അവൻ മഞ്ഞുണ്ട്. അയ്യോ, ഞാൻ എവിടെ പോയി വിളിക്കാനാണ് അമ്മേ? അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കടി. ആ സെറ്റിയുടെ അടിയിലാ കട്ടിന്റെ അടിയിൽ എവിടെയെങ്കിലും പോയി വിളിക്ക്. ദൈവം, എന്താണ് അമ്മായിയമ്മയും മരുമോളും കൂടി രാവിലെ തന്നെ ഒരു വർത്താനം പറിച്ചില്, അതും ഈ പൂമുഖത്തിരുന്നോണ്ട്? അതിനെന്താടാ, ഞങ്ങക്ക് രണ്ടുപേർക്കും വർത്താനം പറഞ്ഞൂടെ? ഓ, ഞങ്ങൾ ഒറ്റക്കല്ല ഇവിടെ ഉണ്ടാവാറ്, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. ആ, പറഞ്ഞോ. രണ്ടുപേർക്കും കുറ്റം പറയാൻ ഒരാളിവിടെ ഉണ്ടല്ലോ. എന്താടാ, നല്ല ഫോമിലാണല്ലോ വന്നേക്കണത്. ഞാൻ അത്ര കടിച്ചിട്ടില്ല അമ്മ.
രണ്ട് കൂട്ടുകാരന്മാരെ ദുബായിക്ക് പോകുന്നതിന്റെ ചെലവായിരുന്നു. ഓ അമ്മേ, ആ ആ അണ്ണാച്ചി പൈസ കൊണ്ട് തന്നായിരുന്നോ? ഇല്ലടാ, കൊണ്ടുവന്നില്ല. നാളെയല്ലേ, തിങ്കളാഴ്ച കൊണ്ടുവരാന്നല്ലേ പറഞ്ഞത്. ആ ആ ശരി ശരി. ആ തുമ്പിക്കുട്ടനെ ഇവിടെ എന്താ എടുക്ക? ഏ അപ്പൊ ഇതാരാണ്? അപ്പൊ ഈ വീട്ടില് രണ്ട് തുമ്പിക്കുട്ടനുണ്ടാ? ഇവിടെ ആകെ ഒരു തുമ്പിക്കുട്ടനല്ലേ ഉള്ളൂ. ആ ആ അതെ. ആ നിനക്കിപ്പോ ഡബിൾ ആയിട്ട് ട്രിപ്പിൾ ആയിട്ടൊക്കെ തോന്നും. നീ പോയി ഇത്തിരി നേരം കിടന്നേ. ആ കിക്ക് മാറുമ്പോ നോക്കിയാ മതി, അപ്പൊ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ആ ശരി, എന്നാ പോയി കിടക്കട്ടെ. പിള്ളേര് അവരെ രണ്ടായിട്ട് തോന്നണം, ഭാര്യനെ അമ്മനെയും തോന്നിയില്ല. എടി മോളെടി, ഇറങ്ങി വാ, അങ്ങോട്ട് മാറങ്ങട് വരാ അങ്ങോട്ട്. എടി ആ കൊച്ചിനെ വിളിച്ചൊന്ന് പോവാൻ നോക്ക്, അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പ വാങ്ങട്, ഞങ്ങള് പോണമ്മേ. ചേച്ചി പോണ്ടാ. ഭാഗ്യം, ഞാൻ അവനെ കണ്ടപ്പോ തന്നെ അങ്ങോട്ട് പേടിച്ചു പോയിന്നേ. ഞാനും എന്റെ അമ്മേ. കാണുമ്പോ തന്നെ പേടിക്കാൻ മാത്രം ഭീകര ജീവി വല്ലതും ആണോ അമ്മേ ഞാൻ? ആണോ അമ്മേ? എന്തിനാ അവളെ നോക്കണേ? പറ അമ്മ, പറ. ഞാൻ ഭീകര ജീവിയാണോ? മോനെ, അത് ചേട്ടാ അവക്കൊരു തെറ്റു പറ്റിപ്പോയി. ചെറിയ പ്രായമല്ലേ, അപ്പൊ അവക്കൊരു തെറ്റു പറ്റിപ്പോയി. അതിന് ഇപ്പൊ അവക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളോട് പറയുകയും ചെയ്ത്. എന്തായാലും അവക്ക് കഴിഞ്ഞ് എത്ര കാലായി. അവളെന്തായാലും തിരിച്ചു വിളിക്കുക ചേട്ടാ, പ്ലീസ്. എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അന്ന് ഒളിച്ചോടി പോയപ്പോ ചെറിയ വിഷമം തോന്നി. പിന്നീട് ആലോചിച്ചപ്പേ ലോണൊന്നും എടുപ്പിച്ചില്ല അവൾ എന്നെ കൊണ്ട്. ലോൺ എടുപ്പിച്ചിരുന്നെങ്കിൽ അവളെ ഞാൻ കൊന്നേനെ. ഒരു കണക്കിന് നോക്കി ഒളിച്ചോടി പോയതിന് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല ഇപ്പൊ. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇത്രയും നല്ല മനസ്സായിരുന്ന അമ്മ ഇപ്പഴാടാ തിരിച്ചറിഞ്ഞത്. അയ്യോ, വലിയ കോമഡിക്കാരി വന്നേക്കണ്. എന്റെ മോളെ ഏത് ഇരുട്ടത്ത് കൊണ്ടുപോയി നിർത്തിയാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് പറയുന്നൊരു ഡയലോഗ്, അവിടെ ആകെ ഒരു തുമ്പിക്കുട്ടനുള്ളൂ എന്ന്. ഞാനേ വന്ന് കയറിയപ്പോ തന്നെ അവളുടെ കാലേ സെറ്റിലടി കണ്ടതാണ്. അവിടെ കുറച്ചേലിരുന്ന് പൊടി തിന്നട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതാ ഇത്തിരി വർത്താനം പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നത്. എന്താണ് അമ്മയുടെ മോളുടെ സ്നേഹം. ഇനി ഞാനായിട്ട് ആ സ്നേഹം കുറക്കണില്ല. എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. അവളോട് അവനെ കൂട്ടി നാളെ തന്നെ വരാൻ പറ. ശരി മോനെ, പറയാ. അല്ലെങ്കിലും ഈ സഹോദരങ്ങളായിട്ടുള്ള തല്ലുപിടുത്തൊന്നും അധികം കാലം വെച്ചുകൊണ്ട് പോവാത്താണ് നല്ലത്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ, ഇങ്ങനെ തല്ലുപിടിച്ചിട്ട് എന്ത് കിട്ടാൻ അല്ലേ? ഹലോ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തുകൊണ്ട് നല്ലതാണ് അല്ലേ? 25% വരെ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്കിപ്പോൾ ബെസ്റ്റ് പോളിസി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടുണ്ട്. എല്ലാവരും കയറി നോക്കിക്കോളൂ. താങ്ക്